കഥ മതിലിനപ്പുറം. എഴുതിയത് മുരളി തിരുവഴി. ശബ്ദം ജയശ്രീ രാജേഷ്. പുഷ്പൻ സ്വർഗത്തിലെത്തി. ഒരു പ്രത്യേക രസമൊക്കെയുണ്ട്. പഞ്ഞിത്തുണ്ട് മേഘം, വെളുത്ത അന്തരീക്ഷം, വാം ലൈറ്റ്, സമാധാനം, പൂക്കൾ. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും പുഷ്പൻ ഒരു ലോക സത്യം മനസ്സിലായി. സ്വർഗം എന്നത് ഒരു അന്താരാഷ്ട്ര അറുബോറൻ സ്ഥലമാണ്. 3 നേരവും കഞ്ഞിയും മുട്ടുകുത്തി പ്രാർത്ഥനയും ഇടതടവില്ലാതെ കൊന്ത ചൊല്ലലും ഭജനയും കൂടാതെ ദൈവവും ടീംസും വരുമ്പോഴും പോകുമ്പോഴും എഴുന്നേറ്റ് നിൽപ്പ്, മുട്ടുകുത്തി നിൽപ്പ്, കൈകൂപ്പൽ. ശരിക്കും ഒരു മന്ത്രി ഓഫീസിലെ പാറാവുകാരൻ ലൈഫ്. ആത്മാവിന് രൂപമില്ല, ഭാവമില്ല, മണമില്ല, കൊണമില്ല, ആക്രാന്തമില്ല എന്നൊക്കെ ഭൂമിയിലുള്ളവർ പറഞ്ഞു വച്ചിരിക്കുന്നതോർത്ത് ചിരി വന്നുപോയി. ദേഹം കളഞ്ഞ് ദേഹിയായി വന്നപാടെ വീഞ്ഞിന്റെ നദിയിലേക്ക് ഒറ്റ ചാട്ടമായിരുന്നു. പുളിച്ച വീഞ്ഞ് കുടിച്ച് ഉപ്പാട് വന്നു. ചത്തുമുകളിൽ ചെല്ലാൻ വേറെ ലോകമില്ലാത്തതിനാൽ ഭാഗ്യം കൊണ്ട് വീണ്ടും ചത്തില്ല. ഒടുവിൽ 4 യവന കിങ്കരന്മാർ വടം കെട്ടിയാണ് കരയ്ക്കെത്തിച്ചത്. 4 ദിവസം തല കറക്കത്തോട് കറക്കം. അവിടെ ഇരുന്ന് 14 ലോകവും കണ്ടു. സ്വർഗത്തിലെത്തിയാൽ ലോകമെല്ലാം കാണാമെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. വരുന്നയുടനെ വീഞ്ഞിന്റെ നദിയിലേക്കല്ലേ മിക്കവരുടെയും ചാട്ടം. പുളിച്ച വീഞ്ഞിന്റെ ഗന്ധം പോകാൻ മണലും ചാരവും ഇട്ടുരച്ച് 1.5 മാസം സൺബാത്ത് നടത്തേണ്ടി വന്നു. പിന്നെയാണ് പാലിന്റെ നദി കണ്ടത്. ചായ കുടിക്കാമെന്ന് വെച്ചാൽ തേയിലയില്ല, പഞ്ചസാരയുമില്ല, ഒരു തരി ഏലക്ക പോലും ഇല്ല. പച്ചപ്പാൽ പുഷ്പന്റെ പട്ടി കുടിക്കും. സുന്ദരികളായ അപ്സരസുകൾ തലങ്ങും വിലങ്ങും നടക്കുന്നത് കാണും. പക്ഷേ സ്വന്തം കെട്ടിയോളായ ദാശായണിയുടെ വായിൽ നിന്നും വീഴുന്ന ആ സരസ്വതീ വചനങ്ങളും ശാപവാക്കുകളും ഇവർ പറയുന്നതേയില്ല. ആകെയുള്ളത് ഒരു തൊലിഞ്ഞ ചിരി മാത്രം, പിന്നെ ഒരു കൈകൂപ്പലും. ഇവിടെ കയറിയപ്പോഴേ വികാരം എന്ന സംഭവം തന്നെ ഡിലീറ്റ് ആയതുപോലെ. വല്ല കടുക്ക വെള്ളവും കുടിപ്പിച്ചിട്ടാണോ തന്നെ ഇവിടെ കയറ്റിയതെന്നൊരു സംശയം. അതിലേറെ കഷ്ടം വായുടെ ചൊറിച്ചിൽ മാറ്റാൻ പരദൂഷണം പറയാമെന്ന് വെച്ചാൽ ഒറ്റയൊരാളും കേൾക്കുന്നുമില്ല. ഭൂമിയിലെ ചായക്കടയിൽ രാവിലെ 9 മുമ്പ് 5 പേരുടെ കുടുംബ പ്രശ്നം അറിയാറുന്നു. ഇവിടെ എല്ലാവരും നല്ലവന്മാർ. ഇവനൊക്കെ എങ്ങനെ ഇവിടെ കഴിയുന്നു എന്നാണ് സംശയം. ഒരു വലിയ മതിലിനപ്പുറമാണ് നരകം. രാത്രിയായാൽ കറുത്ത മേലാപ്പിൽ നക്ഷത്രപ്പൂക്കൾ മിന്നിച്ചുകൊണ്ട് മതിലിനു മുകളിൽ മിന്നാമിനുങ്ങുകൾ ഇല്യൂമിനേഷൻ ഇട്ട് വെട്ടിത്തിളങ്ങി നിൽക്കും. ആകെയുള്ള ഒരേ ഒരു ആശ്വാസം അതാണ്. ബാറിൽ ഇരിക്കുമ്പോഴുള്ള ഒരു വൈബ് കിട്ടും. മിക്ക രാത്രിയിലും മതിലരികിൽ ചെവിയോർത്തിരിക്കും. അപ്പുറത്തെ നരകത്തിൽ നിന്നുയരുന്ന ശബ്ദങ്ങൾ കേട്ടാൽ സഹിക്കാൻ മേല. കള്ളുഷാപ്പിലെ കലപിലയും നാടൻ പാട്ടും, കൂട്ടത്തിൽ ഭൂമിയിൽ വെച്ച് കള്ളുമൂത്ത് തട്ടിപ്പോയ നൻപൻ ദിവാകരന്റെ എണ്ണം പറഞ്ഞ പച്ചത്തേറി. അവിടെ ചിരി, അട്ടഹാസം, ആക്രാന്തം, ആവേശം. ഇവിടെ ആര് നോക്കിയാലും പല്ലിളിച്ചുള്ള ഒരുമാതിരി ആക്കിയ ചിരിയും കൈകൂപ്പലും. ഇവനൊക്കെ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. ഒരു ദിവസം മേലോട്ട് നോക്കി ചിരിച്ചോണ്ട് നടന്ന ഒരാളെ പിടിച്ചു നിർത്തി ചോദിച്ചു, പുണ്യാത്മാവേ, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇവിടെ എന്നാ തേങ്ങ ഇരുന്നിട്ടാ ഇങ്ങനെ ഇളിച്ചോണ്ട് നടക്കുന്നത്? തൊലിഞ്ഞ ചിരിയുടെ അകമ്പടിയോട് കൂടി തന്നെ അയാൾ പറഞ്ഞു, പുതിയതാ അല്ലേ? ആ മകനെ, ഇവിടെ ദുഃഖിച്ചു നടക്കാൻ പറ്റില്ല. നടന്നാൽ അപ്പോഴേ സന്തോഷ സൂചിക താഴ്ന്നു എന്ന് പറഞ്ഞ് 4 ദൂതന്മാർ വന്ന് കൗൺസിലിംഗ് ചെയ്യും. വെറുതെ ഒന്ന് നെടുവീർപ്പിട്ടാൽ മതി. 5 മാലാഖമാർ ഓടി വന്ന് അറിയൂ ഓക്കേ എന്ന് ചോദിക്കും. സന്തോഷിക്കൂ, നെഗറ്റിവിറ്റി കളയൂ എന്നൊക്കെ പറഞ്ഞ് 12 മണിക്കൂർ മോട്ടിവേഷൻ നടത്തും. പിന്നെ 4 മാസത്തേക്ക് വായടയുകയില്ല. ഇപ്പോൾ മനസ്സിലായി, ഇവിടെ വെളിവില്ലാതെ നടക്കാൻ വെള്ളമടിക്കേണ്ട കാര്യമില്ല. പേടിച്ചരണ്ട് പിറ്റേ ദിവസം മുതൽ പല്ലിടിച്ച് നടക്കാൻ തുടങ്ങി. ഇല്ലേൽ ഇവന്മാർ പിടിച്ച് മോട്ടിവേറ്റ് ചെയ്തു കളയും. ഒരു ദിവസം മതിലിനപ്പുറത്തെ ഷാപ്പിലിരുന്ന് ആരോ വിളിച്ചു പറയുന്നു, ഒരു ഷെയറും കൂടി ഇട്, ജവാന്റെയോ മിന്നലിന്റെയോ 1 ലിറ്റർ പൊക്കാം. അയ്യോ,
അത് അയലോക്കത്തെ ഉലുവാച്ചി സുധാകരൻ തന്നെയാ, വികാരാധീനനായി പറഞ്ഞുപോയി. എല്ലാ രാത്രിയിലും മതിലിനപ്പുറത്ത് ഉടുക്കു വാസന്തിയുടെ ഐറ്റം ഡാൻസ്, പൂച്ചാണ്ടി പപ്സിയുടെ കിടിലൻ റാപ്പ്. ഇവിടെയാണേൽ 4 നേരവും കറാമുറ ശബ്ദത്തിൽ എന്തതിശയമേ ദൈവമേ കൈത്തൊഴാം നോൺ സ്റ്റോപ്പ് കോറസ്. റിലീസിന് മുമ്പ് സിനിമ പ്രിന്റ് അടിച്ചു മാറ്റി നെറ്റിലിടുന്നവനും നരകത്തിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അവിടെ സിനിമകളും അടിപൊളി. ഭൂമിയിൽ സിനിമകളുടെ തിരക്കഥ ചർച്ച തുടങ്ങും മുമ്പ് തന്നെ നരകത്തിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഇവിടെയാണെങ്കിലോ ഭക്തകുചേല, സ്നാപക യോഹന്നാൻ, വിശേഷ അവസരങ്ങളിൽ CID നസീറും വിഗതകുമാരനും. കൂടാതെ ദിവസവും 3 മണിക്കൂർ നീളുന്ന ഡോക്യുമെന്ററിയും ഉണ്ട്. മൗനത്തിന്റെ ആത്മീയ സാന്നിധ്യം. അത് കണ്ടാൽ 6 മണിക്കൂർ മിണ്ടാനേ തോന്നില്ല, തകർന്നു പോകും. ചുരുക്കത്തിൽ സകല സുഖ സൗകര്യങ്ങളും അപ്പുറത്തെ നരകത്തിൽ. ഇവിടെ ബ്ലാക്ക്, വെറും കഞ്ഞി ലൈഫ്. ഒരു രാത്രി മതിൽ ചാടാൻ ഒരു ശ്രമം നടത്തി. ഡ്രോൺ പോലെ പറന്നു നടന്നിരുന്ന ഒരു മാലാക കുഞ്ഞ് തലമുടിയിൽ പിടിച്ച് താഴേക്ക് ഒറ്റ ഏറെറിഞ്ഞു. വീണ്ടും സ്വർഗത്തിൽ തന്നെ. സഹി കെട്ട് ദൈവത്തെ കണ്ടു. എനിക്ക് നരകത്തിൽ പോണം. നീ ഭൂമിയിൽ വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ മകനെ. ദൈവം അത്ഭുതപ്പെട്ടു. ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യും, എനിക്ക് പോയേ തീരും. കാരണം എന്താ? അവിടെ ലൈഫുണ്ട്, ലൈനുണ്ട്, ലലനാമണികളുണ്ട്. ഇവിടെയാണെങ്കിൽ 3 നേരം കഞ്ഞിയും ഉണങ്ങിയ ആത്മീയതയും മാത്രം. ദൈവം പുഞ്ചിരിച്ചു. മകനെ, നീ കേൾക്കുന്നതെല്ലാം മായ. അതായത് കേട്ടത് പൊരുൾ, കണ്ടത് മറ്റും താം നിജം. കലി കയറി. ഇതേ ഡയലോഗും കേട്ട് വിശ്വസിച്ച് ഭൂമിയിൽ ഒരു സുഖവും അനുഭവിക്കാതെയാ ഞാൻ ജീവിച്ചത്. എനിക്കിപ്പോൾ നരകത്തിൽ പോകണം. പോകണമെങ്കിൽ തന്നെ താൻ ശ്രമിക്കു പുഷ്പ. ദൈവം മേൽപ്പറഞ്ഞ ആക്കിയ ചിരി ചിരിച്ചുകൊണ്ട് അപ്രത്യക്ഷനായി. അരിശം മൂത്ത് കിടക്കപ്പൊറുതിയില്ലാതായി. ഒരു രാത്രി മതിലിന് മുകളിലെ കുറച്ചു ഭാഗത്തെ മിന്നാമിന്നി ലൈറ്റുകൾ അണഞ്ഞുപോയി. ആകെ ഇരുട്ട്. ഇപ്പോൾ ശരിയാക്കാം. ഞാൻ പഴയ PWD ഇലക്ട്രിക്കൽ ലൈൻമാനാ. ചാടി വീണു. ശ്രദ്ധിക്കണം, ഷോക്കടിക്കും, മാലാക കുഞ്ഞു പറഞ്ഞു. ഇതിനേക്കാൾ വലിയ മതിലിൽ കയറിയിട്ടുള്ളവനാ പുഷ്പൻ. ഷോക്കിനേക്കാൾ പേടിയുള്ളത് ട്രാൻസ്ഫർ ആണ് കൊച്ചേ. മാലാക കുഞ്ഞുങ്ങളുടെ സഹായത്തോടെ മതിലിന് മുകളിൽ കയറി നരകത്തിലേക്ക് നോക്കി. അവിടെ ചെണ്ടമേളം, ഐറ്റം ഡാൻസ്, വായ്ക്കുരവകൾ. എല്ലാ പാട്ടിന്റെയും അവസാനം ഹു 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 എന്ന കോറസ്. ദൂരെ ഒരു ഭാഗത്ത് തൂമഞ്ഞ് പുക പോലെ ഉയരുന്നു. അവിടെ വിറക് കൂട്ടി തീയിട്ടിരിക്കുന്നു. ആൾക്കാർ അതിനു ചുറ്റും വട്ടത്തിൽ തുള്ളുന്നു. വാവ്, ക്യാമ്പ് ഫയർ. ഒരൊറ്റ ചാട്ടം അങ്ങ് വെച്ചു കൊടുത്തു, നേരെ നരകത്തിന്റെ നടുമുറ്റത്തേക്ക്. വീണപാടെ 2 കരിമുട്ടൻ പിശാചുക്കൾ ഓടി വന്ന കഴുത്തിന് പിടിച്ചു. തലയ്ക്ക് വെളിവില്ലാത്ത ഏവനാടാ ഇങ്ങോട്ട് ചാടിയത്. ഞാൻ പുഷ്പൻ, സ്വർഗത്തിൽ നിന്ന് ക്യാമ്പ് ഫയർ കണ്ടു. പിശാചുക്കൾ തലയറിഞ്ഞു ചിരിച്ചു. എടാ മണ്ടാ, അത് ക്യാമ്പ് ഫയർ അല്ല, ശിക്ഷകളുടെ ഭാഗമായി ആഴിയിലിട്ട് കുറെ എണ്ണത്തിനെ ചുട്ടെടുക്കുന്നതാ. ആൾക്കാർ അതിനു ചുറ്റും തുള്ളിക്കളിക്കുന്നതോ? ആഴിക്ക് ചുറ്റും തീക്കനൽ വിതറിയേക്കുക. കാൽ പൊള്ളിയിട്ട് നിൽക്കാൻ വയ്യാഞ്ഞിട്ടാ ചാടുന്നത്. ലേറ്റസ്റ്റ് സിനിമ വരുന്നതോ? പൈറസി ചെയ്യുന്നവരെ അതേ സിനിമയുടെ സൗണ്ട് ട്രാക്ക് ഇട്ട് അത് തീരുന്നത് വരെ കരി ഓയിലിൽ വറുത്തു കോരുക. അപ്പോൾ കോറസായി ഹു 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 എന്ന് പാടുന്നതോ? അത് കട്ടു തിന്നവർക്കുള്ള ശിക്ഷയാണ്. പുഴുങ്ങിയ ചേമ്പ് ചൂടോടെ വായിലിട്ട് കൊടുക്കും. അവർ ഹു 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 എന്നല്ലാതെ പിന്നെ എങ്ങനെ പറയണമെന്നാ? കേട്ടപ്പോൾ തൊണ്ട വരണ്ടുപോയി. അയ്യോ, തിരിച്ചു ചാടാൻ? കരിമുട്ടന്മാർ ആർത്തു ചിരിച്ചു. കോറസായി ചോദിച്ചു, എടാ മക്കുണ, ഇതേതാ സ്ഥലം? നരകം. പിശാച് രാജാവ്. എടാ, പിശാചിന്റെ ജോലി എന്താ? പ്രലോഭനം. പ്രലോഭിപ്പിച്ച് ഭ്രമമുണ്ടാക്കും. ഭ്രമം മൂത്ത് നിന്നെ പോലുള്ളവർ ഇങ്ങോട്ട് ചാടും. പിന്നെ ആര് വിചാരിച്ചാലും തിരിച്ചു പോക്കുണ്ടാകില്ല. ദേ അങ്ങോട്ട് മതിലിന് മുകളിലേക്ക് നോക്കിക്കേ. കരിമുട്ടൻ ചിരിച്ചുകൊണ്ട് കൈചൂണ്ടി പറഞ്ഞു. സ്വർഗത്തിൽ മിന്നാമിനുങ്ങാണെങ്കിൽ ഇവിടെ മതിലിന് മുകളിൽ തീക്കനലും കൊണ്ട് നിരന്നിരിക്കുന്നത് കാട്ടുകടന്നലുകളാ. കുത്തി നിന്റെ ഊപ്പാട് വരുത്തും. അമ്മേ, ഇവിടെ ആഹാരം? ഹേ, അതിന്റെ ആവശ്യം വരില്ല. അടി ഒഴിഞ്ഞിട്ട് ബാക്കി ഒന്നിനും സമയം കിട്ടില്ല. കണ്ണ് നിറഞ്ഞു ചോദിച്ചു പോയി.
അപ്പോൾ പെണ്ണും പിടക്കോഴിയും റൊമാൻസുമൊക്കെ ഉണ്ടല്ലോ. ആഹാ, മുഖം തെളിഞ്ഞു. പക്ഷേ ദൂരത്ത് നിന്ന് മാത്രം കാണിക്കും. ആ, അത് മതി, ഉള്ളതാകട്ടെ. പക്ഷേ അതിനു മുമ്പ് ദേ ആ സാധനങ്ങൾ എടുത്ത് നിന്റെ കിടുങ്ങാമണിയിൽ പ്രയോഗിക്കും. ഏത്? ദോ ലത്. കരിമുട്ടൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. അവിടെയതാ തിളങ്ങുന്ന ഒരു കത്തിയും കൂടെ ഒരു നാരങ്ങ ഞെക്കിയും. രണ്ട് കരിക്കുട്ടന്മാർ കത്തി കല്ലിലുരച്ച് മൂർച്ച കൂട്ടുന്നു. അയ്യോ, എന്റെ കിടുങ്ങാമണിയേ! കാറി കൂവി ഒറ്റ ചാട്ടം. ദേ മനുഷ്യ, എന്തോന്നാ കിടന്ന് കാറുന്നത്? തന്റെ കിലുക്കാൻ പെട്ടി ഏതവള എടുത്തോണ്ട് പോയത്? കെട്ടിയോളുടെ അലർച്ച കേട്ടാണ് കണ്ണു തുറന്നത്. നെറ്റിയിൽ നിന്നും ഒലിച്ചിറങ്ങിയ വേർപ്പുതുള്ളികൾ തുടച്ച് ചുറ്റും നോക്കി. കട്ടിലുണ്ട്. മേശപ്പുറത്ത് പകുതി കുടിച്ച വെള്ളവുമുണ്ട്. ജനലിലൂടെ അപ്പുറത്തെ വീട്ടിലെ സുധാകരന്റെ ചുമയും കേൾക്കാം. താൻ നരകത്തിലുമല്ല സ്വർഗത്തിലുമല്ല, സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിലാണ്. ഓരോന്ന് മേടിച്ചടിച്ചേച്ച വെളിവില്ലാതെ വന്ന് കിടന്നോളും. ഞാൻ ചായ എടുത്തുകൊണ്ടുവരാം, കുടിക്ക്, കെട്ടുവിടട്ടെ. ഇതും പറഞ്ഞ് ദാക്ഷായണി തിരിഞ്ഞു നടന്നു. ഒന്നും നോക്കിയില്ല. കട്ടിലിൽ നിന്ന് ഒരൊറ്റ ചാട്ടം ചാടി ദാക്ഷായണിയെ കെട്ടി അങ്ങ് പിടിച്ചു. എന്റെ ദാക്ഷായണി കുട്ടി, നീയാണടി എന്റെ യഥാർത്ഥ ദൈവം. നീ തരുന്ന ഈ നരകമാണടി എന്റെ യഥാർത്ഥ സ്വർഗം.